ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫേഴ്സ് സെഷൻ. ടുഡേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ജനുവരി മുതൽ PSC ചോദിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മളിന്ന് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എന്താണ് ലേൺ വിത്ത് ബിനു എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ടോട്ടൽ ഏകദേശം ഒരു 15 ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 2026 നടന്ന ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ദെൻ പാർട്ട് 2 ഇതിന് ശേഷം റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ പാർട്ട് 1ലേക്ക് പോകാം. 2026 PSC ചോദിച്ച മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് നടന്ന ഒരു എക്സാമിൽ നടന്നൊരു കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യനാണ്. 2024 ഒളിമ്പിക്സ് ഗെയിമിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണെന്നാണ് ചോദ്യം. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഓപ്ഷൻ ഡി ആണ്, സീൻ നദിയാണ്. സീൻ നദി. അതിൻ്റെ കുറച്ച് കണക്റ്റഡ് ഫാക്റ്റ്. 2024 നടന്ന ഒളിമ്പിക്സ് എവിടെ വെച്ചാണ്? അത് പാരീസിൽ വെച്ചാണ്. പാരീസിൽ വെച്ചാണ് നടന്നത് എന്നാണ്. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ എന്ന എത്രാമത് ഒളിമ്പിക്സാണ്? 33ാമത് ഒളിമ്പിക്സാണ് 2024 നടന്നത്. അതിനകത്ത് മെഡലുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. 1ാം സ്ഥാനത്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്, USA ആണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം ഉൾപ്പെടെ ആകെ എത്രയാണ്? 126 മെഡലുകളാണ് ആർക്ക് ലഭിച്ചത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ലഭിച്ചത്. 2ാം സ്ഥാനത്ത് വന്നത് ചൈനയാണ്. ചൈനയ്ക്ക് 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം ഉൾപ്പെടെ ആകെ 91 മെഡലുകൾ. ദെൻ 3ാം സ്ഥാനത്ത് ജപ്പാനാണ്. ജപ്പാന് 20 സ്വർണം ലഭിച്ചു. ദെൻ 12 വെള്ളി, 13 വെങ്കലം, ദെൻ ടോട്ടൽ 45 മെഡലുകൾ. ദെൻ 4ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്. 4ാം സ്ഥാനം ഓസ്ട്രേലിയയ്ക്ക് 18 സ്വർണം മെഡലുകളാണ് ലഭിച്ചത്. ദെൻ 19 വെള്ളി ലഭിച്ചു. ദെൻ 16 ബ്രോൺസ് വെങ്കലം. ദെൻ ടോട്ടൽ 53 മെഡലുകളാണ്. ടോട്ടൽ 53 മെഡലുകൾ. ദെൻ 5ാം സ്ഥാനത്ത് ഫ്രാൻസാണ്. ഫ്രാൻസിന് എത്രയാണ്? ഫ്രാൻസിന് 16 സ്വർണം, 26 വെള്ളി, 22 വെങ്കലം ഉൾപ്പെടെ 64 മെഡലുകളാണ് ലഭിച്ചത്. ദെൻ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാമതാണ്. ഇന്ത്യക്ക് 71ാം സ്ഥാനത്ത്. ഇന്ത്യക്ക് സ്വർണ്ണ മെഡലുകളില്ല, ഒരു വെള്ളി മെഡൽ, ദെൻ 5 വെങ്കലം ഉൾപ്പെടെ ടോട്ടൽ 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ 2024 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയിലെ ആകെ മെഡൽ എത്രയാണ്? 6. ദെൻ 2025 പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇനം ചോദിച്ചാൽ അതാണ് ബ്രേക്ക് ഡാൻസ് ആണ്. ബ്രേക്ക് ഡാൻസ് എന്താണ്? ആതിഥേയ രാജ്യത്തിന് തിരഞ്ഞെടുക്കാവുന്ന പ്രത്യേക കായിക ഇനങ്ങളിലൊന്നാണ് ബ്രേക്ക് ഡാൻസിനെ ഉൾപ്പെടുത്തിയത്. ദെൻ 2028 34ാമത് സമ്മർ ഒളിമ്പിക്സിന് വേദിയാണ്. അത് ലോസ് ഏഞ്ചലസ് ആണ്. 2028 നടക്കുന്ന 34ാമത് സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചലസ് ആണ്. അത് എഡിറ്റിംഗ് പറ്റിയ മിസ്റ്റേക്കാണ്, അവിടെ ഞാൻ ഉത്തരം അറിയാൻ പറ്റാവുന്നത്. അപ്പോൾ 2027 നടക്കുന്ന 34ാമത് സമ്മർ ഒളിമ്പിക്സിന് വേദിയാക്കുന്നത് ലോസ് ആഞ്ചലസ് ആണ്. ഇത് എത്രയാണ്? 3ാം തവണയാണ് ഒളിമ്പിക്സിന് ലോസ് ആഞ്ചലസ് നഗരം വേദിയാകുന്ന. എത്രയാണ്? 3ാമത്തെ തവണയാണ്. ഇതിനു മുമ്പ് എന്താണ്? 1932, 1984 എന്നീ വർഷങ്ങളിൽ എന്താണ് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്. ലണ്ടനും പാരീസിനും ശേഷം ഇതാണ് 3ാം തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോകത്തിലെ 3ാമത്തെ നഗരമാണ് ലോസ് ആഞ്ചലസ്. ലണ്ടനും പാരീസിനും ശേഷം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോകത്തിലെ 3ാമത്തെ നഗരം ചോദിച്ചാൽ അത് ലോസ് ആഞ്ചലസ് ആണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആണ്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് തുടങ്ങി മറ്റു അന്താരാഷ്ട്ര കായിക മേളകൾ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ട സ്ഥാപനം ചോദിച്ചാൽ അത് ഏതാണ്? അത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണ് ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ മറ്റു അന്താരാഷ്ട്ര കായിക മേളകൾ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയ സ്ഥാപനം ചോദിച്ചാൽ അത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണ്. ദെൻ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷനായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്.
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങൾ ഏതാണത്? അത് നമ്മുടെ ബീഹാറും ഉത്തർപ്രദേശുമാണ്. ബീഹാർ, ഉത്തർപ്രദേശ്. ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ്. 1959 ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നേപ്പാളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. നേപ്പാളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ഖഞ്ചാര വിരാസ്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണത്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഖഞ്ചാര വിരാസ്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഖഞ്ചാര വിരാസ്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്ര എന്നാണ്. ഉദ്ഘാടനം 2024 ഒക്ടോബർ 5-നാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ വാഷിം ജില്ലയിലുള്ള പൊഹാര ദേവിയിലാണ് ഈ ഖഞ്ചാര വിരാസ്ത് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ഖഞ്ചാര ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക പൈതൃകം, ചരിത്രം, കലകൾ എന്നിവ സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി നിർമ്മിച്ച 5 നിലകളിലുള്ള വലിയൊരു മ്യൂസിയമാണ്. ഖഞ്ചാര സമൂഹത്തിൻ്റെ ആത്മീയ നേതാക്കളായ സന്ത് സേവാലാൽ മഹാരാജും സന്ത് രാംറാവു മഹാരാജ് എന്നിവരുടെ സ്മരണാർത്ഥമാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, വേൾഡ് ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ദിനം എന്ന് പറയുന്നത് മാർച്ച് 4-നാണ്. അപ്പോൾ ലോകമെമ്പാടും പൊണ്ണത്തടിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മാർച്ച് 4. എല്ലാ വർഷവും മാർച്ച് 4-ന് നമുക്ക് പൊണ്ണത്തടി ദിനം അഥവാ ഒബേസിറ്റി ഡേ, വേൾഡ് ഒബേസിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2015 വരെ ഒബേസിറ്റി ഫെഡറേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒക്ടോബർ 11-നാണ് ഈ ദിനം ആചരിച്ചത്. എന്നാൽ 2020 മുതൽ മാർച്ചിലേക്ക് മാറ്റി. 2020 മുതൽ ഇത് മാർച്ച് 4-ലേക്ക് മാറ്റി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ അതാണ് ടാൻസാനിയ. അതാണ് മാർബർഗ് വൈറസ് രോഗം. എബോള വൈറസിന് സമാനമായതും വളരെ മാരകവുമായതൊരു ഹെമറേജിക് പനിയാണെന്ന് പറയുന്നത് മാർബർഗ് രോഗം എന്ന് പറയുന്നത്. ഇതെന്താണ്? പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് പടരുന്നത്. ഇതെവിടെയാണ്? ആഫ്രിക്കൻ രാജ്യമായ എവിടെയാണ്? ടാൻസാനിയയിൽ 2023 മാർച്ച് മാസത്തിലാണ് ആദ്യമായിട്ട് ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്രത്തിൽ 100ാം വിക്ഷേപണ ദൗത്യമായിട്ട് അടയാളപ്പെടുത്തിയതാണ്? ഓപ്ഷൻ സി NVS 02 ആണ്. 2025 ജനുവരി 29-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ഏത് റോക്കറ്റ് ഉപയോഗിച്ച് GSLV F-15 റോക്കറ്റ് ഉപയോഗിച്ചാണ് NVS 2 എന്ന നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇതാണ് ISROയുടെ 100ാമത് വിക്ഷേപണ ദൗത്യമായിട്ട് അടയാളപ്പെടുത്തിയത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, കേരളത്തെ അടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമായി പ്രഖ്യാപിച്ചതെന്നാണ് ചോദിച്ചത്. 2025 നവംബർ 1. കേരള പിറവി ദിനമായ 2025 നവംബർ 1-ന് കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാലും കേരളമാണ്. ഇതെന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ എക്സ്ട്രീം പോവർട്ടി അലിവിയേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി EPEP ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കേണ്ടത്. ഇത് ചരിത്രപരമായി ഈ പദ്ധതി ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ്? ഓപ്ഷൻ എ ഭുവനാണ്. ഭുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിൽ നിന്നാണ് ഈ ഭുവൻ എടുത്തുള്ളത്. ഭൂമി അഥവാ എർത്ത്. ഇതെന്നാണ് ലോഞ്ച് ചെയ്യുന്നത് 2009 ഓഗസ്റ്റ് 9. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO വികസിപ്പിച്ചെടുത്ത വെബ് അധിഷ്ഠിത 3D 2D ജിയോ പോർട്ടലാണ് നമ്മുടെ ഭുവൻ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ വിക്രം മിശ്രയാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് എല്ലാവരും കണ്ടിട്ടുള്ള വ്യക്തിയാണ് വിക്രം മിശ്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. അദ്ദേഹം 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. ദെൻ അദ്ദേഹം ഇന്ത്യയുടെ 35ാമത് വിദേശകാര്യ സെക്രട്ടറിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽ കമാന പാലം ഏത് നദിക്ക് മുകളിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കശ്മീരിലെ റിയാസി ജില്ല
ജില്ലയിലെ ചെനാബ് നദിക്ക് മുകളിലാണ്. ഇതെന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര മീറ്റർ ഉയരമുണ്ടെന്ന് ചോദിക്കാം. ഉത്തരമാണ് 359. 359 മീറ്റർ. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ആകെ നീളം എത്രയാണ്? 1315. 1315. ഇന്ത്യൻ റെയിൽവേയുടെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് കശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതാണ് 2025 ജൂൺ 6-നാണ്. 2025 ജൂൺ 6-ന്. ഇതിനാകെ എത്രയാണ്? 1315 മീറ്റർ നീളമുള്ള സ്റ്റീൽ കമാന പാലമാണിതെന്ന് പറയുന്നത്. ദെൻ ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനാകുമെന്നതാണ് പാലത്തിൻ്റെ ഒരു പ്രധാന നേട്ടം. ഇതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടാണ്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിൽ രാജ്യത്തിന് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽ പാലം ചോദിച്ചാൽ ഏതാണ്? അത് അഞ്ജലി പാലമാണ്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിൽ രാജ്യത്തിന് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ചോദിച്ചാൽ അത് അഞ്ജലി പാലമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അത് ഓപ്ഷൻ സി ശൈലിയാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും നിയന്ത്രിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏതാണ്? ശൈലി എന്ന് പറയുന്നത്. ഇതെന്താണ്? 30 വയസ്സിന് മുകളിലുള്ള 30 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ ആരാണ്? ആശാപ്രവർത്തകർ എന്നാണ് വീടുകളിലെത്തി നേരിട്ടെത്തിയാണ് ഈ ആപ്പിലൂടെ ശേഖരിക്കുന്ന ഒന്ന് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെയും അതിലേക്ക് നയിക്കുന്ന ജീവിതശൈലികളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിലൂടെ ശേഖരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. 2025 ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവറോട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? അത് നൊബേൽ സമ്മാനമാണ്. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം. അപ്പോൾ 2025 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആര് നേടിയത്? ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവറോട്ട്, ജോൺ മാർട്ടിനസ്. 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർക്ക് 3 ശാസ്ത്രജ്ഞർ ലഭിച്ചത് എന്തിനാണ്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിനാണ് ഇവർക്ക് ഈ ബഹുമതി ലഭിച്ചത്. ഓപ്ഷന് കുറച്ച് നമ്മുടെ ഫീൽഡ് മെഡൽ, ടെറ്റ്മാൻ അവാർഡ്, ബ്രേക്ക് ത്രൂ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടെറ്റ്മാൻ ഫീൽഡ് മെഡൽ എന്താണ്? ഫീൽഡ് മെഡൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്ര പുരസ്കാരമാണ് ഏതാണ്? ഫീൽഡ് മെഡൽ എന്ന് പറയുന്നത്. ഫീൽഡ് മെഡലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്ര പുരസ്കാരമാണ്. ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്നു. ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന ഈ മെഡൽ അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര യൂണിയൻ IMU ആണ് നൽകുന്നത്. ദെൻ എന്താണിത്? 40 വയസ്സിൽ താഴെയുള്ള ഗണിതശാസ്ത്രക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ദെൻ ബ്രേക്ക് ത്രൂ പ്രൈസ് ആണ് ഓപ്ഷൻ സി ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ പ്രൈസ്. ശാസ്ത്രത്തിലെ സയൻസ് ഓസ്കാർ ഓഫ് സയൻസ്, ശാസ്ത്രത്തിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു ആഗോള പുരസ്കാരമാണ് ബ്രേക്ക് ത്രൂ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ലൈഫ് സയൻസ്, ഫണ്ടമെൻ്റൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിലെ അതിപ്രധാനമായ കണ്ടെത്തലുകൾക്ക് ഇത് നൽകി വരുന്നു. സിലിക്കൺ വാലിയിലെ ശതകോടീശ്വരന്മാർ ചേർന്നാണ് ഏത് പുരസ്കാരം നൽകുന്നത്? ബ്രേക്ക് ത്രൂ പ്രൈസ് നൽകുന്നത്. ദെൻ ഡെറ്റ്മാൻ അവാർഡ് എന്ന് പറയുന്നത് അത് എന്താണ്? ഡെറ്റ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ഫിസിക്സിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരങ്ങളിൽ പെടുന്ന ഒന്നല്ല. അതെന്താണ്? അക്കാദമിക് തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും വിവിധ വിഷയങ്ങൾ നൽകി വരുന്നൊരു ചെറിയ പുരസ്കാരമാണ് ഏതാണ്? ഈ ഡെറ്റ്മാൻ അവാർഡ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിന് നൽകപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് 2025 കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രമുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ് എന്നാണ്? നമ്മുടെ സുസുമു കിറ്റകാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി എന്നീ 3 ശാസ്ത്രജ്ഞന്മാർക്കാണ് 2025 രസതന്ത്രമുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടെത്തലുകൾക്കാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടാണ്? എൽദോസ് പോൾ. ഓപ്ഷൻ ഡി എൽദോസ് പോളാണ്. അദ്ദേഹം എന്നാണ് ജനിക്കുന്നത്? 1996 നവംബർ 7-നാണ്. അദ്ദേഹത്തിന് മത്സര ഇനം ചോദിക്കാം ഏതാണ്? അത് ട്രിപ്പിൾ ചെമ്പാണ്. 2022 ലോക
ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചാലും എൽദോസ് പോൾ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായതും ആരാണ്? അത് എൽദോസ് പോൾ. കായിക മേഖലയിലെ മികച്ച സംഭാവനകളെ മാനിച്ച് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചതെന്നാണ് 2022.